ലോകത്തിലുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും ഡേഞ്ചറസും അതേപോലെ എക്സ്ട്രീം ആയിട്ടുള്ള 5 സ്പോർട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനമാകുമ്പോഴത്തേക്കും ഇതൊക്കെ ശരിക്കും സ്പോർട്സ് തന്നെയാണോ, ഇതൊക്കെ അറിയുന്ന കളിക്കോ എന്ന് വരെ നിങ്ങൾക്ക് ഡൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണാൻ നോക്കുക. സോ വെൽക്കം ബാക്ക് ടു വയനാടൻ വാക്ക്. നമ്പർ 5, ഇയർ പുള്ളിങ്. നമ്മുടെ ചെവി കൊണ്ട് വടം വലിച്ച എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ ഐറ്റം. രണ്ടുപേരും മുഖാമുഖം നിന്ന് ചെവിയിൽ ഒരു ചരടിട്ട് ഒരാൾ നിർത്തുന്നവരെ അല്ലെങ്കിൽ ഒരാളെ ചരട് പൊട്ടിച്ചെടുക്കുന്നവരെ വലിക്കും. ഇത്രയും പെയിൻഫുള്ളായ ഈ ഒരു ഗെയിമിൽ ചെവി മുറിയാനും അതേപോലെ കേൾവി ശക്തി നഷ്ടപ്പെടാൻ വരെ ചാൻസ് ഉണ്ട്. പക്ഷേ പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ കളിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ 1ാം സ്ഥാനം ലക്ഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഗെയിം കളിക്കുന്നവർ വളരെ അധികമാണ്. നമ്പർ 4, ഡ്രോൺ റേസ്. നമ്മുടെ നാട്ടിലും വീട്ടിലും കല്യാണത്തിലേക്ക് യൂസ് ചെയ്യുന്ന ഡ്രോൺസ് കൊണ്ട് റേസ് നടത്തി എങ്ങനെ ഉണ്ടാവും, അതും സാധാ ഓപ്പൺ റേസ് അല്ല, ഒബ്സ്റ്റിക്കൽ കോഴ്സ്. പാഴടഞ്ഞ ബിൽഡിങ്ങുകൾ, ഫാക്ടറികൾ, സ്റ്റേഡിയം എന്നീ സ്ഥലങ്ങളിലൊക്കെ നിരവധി ഒബ്സ്റ്റിക്കൽ സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ വെട്ടിച്ച് ഓടിക്കലാണ് ഈ റേസിന്റെ ഒരു പ്രത്യേകത. ഇതിൽ ഡ്രോൺ അങ്ങനെ എവിടെയെങ്കിലും ഇടിച്ച് നഷ്ടപ്പെടുകയാണെങ്കിൽ ലക്ഷങ്ങളായിരിക്കും നഷ്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗെയിമിന് സമ്മാനമായി കിട്ടുന്നത് $1,00,000 മുകളിലാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഡ്രോൺ പറത്തുന്ന ആരെങ്കിലും മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. നമ്പർ 3, ഫ്രീ ഹാൻഡ് ക്ലൈംബിംഗ്. ഒരു കുന്ന് നിങ്ങളോട് കയറാൻ പറയാണ്, പക്ഷേ നിങ്ങൾക്ക് കയറോ കമ്പിയോ ഒരു സാധനവും തരില്ല. അങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ കയറും? അതാണ് ഈ ഒരു സ്പോട്ട്. ഒരു വലിയ ചെങ്കുത്തായ മല അല്ലെങ്കിൽ മലനിരകൾ ഒരു സഹായമോ സപ്പോർട്ടോ ഇല്ലാണ്ട് വെറും ഗ്രിപ്പ് സ്ട്രെങ്ത് കൊണ്ട് മാത്രം കയറുന്ന ബിരുദന്മാർക്ക് മാത്രമേ ഈ ഗെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ഒരു സ്പോട്ട് ലോകമെമ്പാടും വളരെയധികം പ്രശസ്തി നേടിയ ഒരു സ്പോട്ടാണ്. ഇതിൽ വർക്ക് ചെയ്യുന്നവരെ ഡെയർ ഡബിൾസ് അല്ലാണ്ട് വേറെ ഒരു പേരിലും വിളിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ചെങ്കുത്തായ മലനിരകൾ ഒരു സപ്പോർട്ടുമില്ലാതെ എന്ത് ധൈര്യത്തിലാണ് ഇവർ കയറുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്. നമ്പർ 2, മൗണ്ടെയിൻ ബൈക്കിംഗ്. നിങ്ങൾ എപ്പോഴെങ്കിലും നല്ല ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് സൈക്കിൾ ഓടിച്ചിറങ്ങിയിട്ടുണ്ടോ? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസിന്റെ എക്സ്ട്രീം ലെവലാണ് ഈ മൗണ്ടെയിൻ ബൈക്ക് റേസിംഗ്. ഇതിൽ ഒരു കുന്നിന്റെ മുകളിലേക്ക് സൈക്കിൾ ഓടിച്ച് കയറുകയോ അല്ലെങ്കിൽ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് സൈക്കിൾ ഓടിച്ച് ഇറങ്ങുകയോ ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സ് പറയുകയാണെങ്കിൽ വലിയ വലിയ ലോങ് ജംപ്സ്, ഡ്രിഫ്റ്റ്, അതേപോലെ ടേൺസ്, അങ്ങനത്തെ നിരവധി ഒബ്സ്റ്റിക്കിൾസ് നിറഞ്ഞതായിരിക്കും. സത്യം പറഞ്ഞാൽ നല്ല ചങ്കൂറ്റമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോർട്സ് ആണ്. 1ാം സ്ഥാനത്തേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ വീഡിയോ ഇത്രയും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള കണ്ടന്റ് ഇനിയും ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് പരിഗണിക്കണേ. കാരണം എല്ലാ ആഴ്ചയും നമ്മൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്പർ 1, സ്ലാബ് കോമ്പറ്റീഷൻ. സത്യം പറഞ്ഞാൽ മുഖം അടിച്ച് പൊട്ടിക്കാനുള്ള ഒരു മത്സരം. ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ സമ്മാനം കിട്ടുന്ന ഒരു മത്സരമാണ്. പക്ഷേ ഇങ്ങനെ നിന്ന് അടികൊള്ളാൻ എത്ര പേർക്ക് ചങ്കൂറ്റമുണ്ടാവും? അതും വെയിറ്റ് കാറ്റഗറിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരാളുടെ കയ്യിൻ്റെ ഫോഴ്സൊക്കെ വന്ന് വീഴുമ്പോൾ ചെവിയുടെ പാറ പൊട്ടാൻ വരെ ചാൻസ് ഉണ്ട്. ഇത്രയും എക്സ്ട്രീമും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? അതുമാത്രമല്ല, ഈ ഗെയിമിൽ പങ്കെടുക്കണമെങ്കിൽ അടികൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമായിരിക്കുമെന്ന് ഒരു ഡോക്യുമെന്റും കൂടെ സൈൻ ചെയ്ത് കൊടുക്കണം. എത്ര പേര് പങ്കെടുക്കും? സോ ഗൈസ്, ലോകത്തിലുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും എക്സ്ട്രീമും അതേപോലെ അപകടകരവുമായ 5 ഗെയിമുകൾ നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഇതേപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.